السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. فما تعد ولا تحصى عجائبها ولا تسام على الإكثار بالسرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന സത്യവിശ്വാസികളെ, പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ലളിതമായ നമ്മുടെ പഠനം 12ാം പഠനം നടക്കുന്നു. ഖുർആൻ അവയുടെ അത്ഭുതങ്ങൾ എണ്ണിത്തീർക്കാൻ സാധ്യമല്ല, പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. എത്ര ആവർത്തിച്ച് പാരായണം ചെയ്താലും അതുകൊണ്ട് ഒരു മുഷിപ്പുണ്ടാവുകയില്ല, മടിപ്പുണ്ടാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുർദയിൽ പറഞ്ഞ വരിയാണ് നമ്മൾ തുടക്കത്തിൽ ചൊല്ലിയത്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഹക്കോടുകൂടി മനസ്സിലാക്കി പാരായണം ചെയ്ത് അതുകൊണ്ട് നമ്മുടെ മനസ്സ് പരിവർത്തനം വരുത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 31ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً. അല്ലാഹു തആല പറയാൻ ഇങ്ങനൊരു വിഷയം ആദം നബിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട്, മനുഷ്യ കുലത്തിന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് അല്ലാഹു തആല അടുത്ത ഏതാനും ആയത്തുകളിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു പറയുന്നു, നബിയെ നിങ്ങൾ ഓർക്കണം, വഇദ് ഖാല റബ്ബുക, നിങ്ങളെ റബ്ബ് പറഞ്ഞ സന്ദർഭം. നിങ്ങളെ റബ്ബ് അല്ലാഹു പറഞ്ഞ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക. ആരോട്? ലിൽ മലായിക, മലക്കുകളോട്. മലക്കുകളോട് പറഞ്ഞു, ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിലേക്കൊരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രതിനിധി, എൻ്റെ വിധിവിലക്കുകൾ അത് നടപ്പിൽ വരുത്തുന്ന എൻ്റെ പ്രതിനിധിയായിട്ട് ഒരാളെ ഭൂമിയിൽ ഞാൻ നിശ്ചയിക്കാൻ പോകുന്നു. മനുഷ്യവർഗത്തെ, അതിൻ്റെ നേതാവാകുന്ന ആദം നബിയെ, ആദം അലൈഹിസ്സലാം, അവരെ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞു. ആ സമയത്ത് ഖാലൂ, മലക്കുകൾ പറഞ്ഞു, അതജാലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. മലക്കുകൾ ചോദിച്ചു, അതജാലു ഫീഹാ, ഭൂമിയിലേക്ക് നിങ്ങൾ ആക്കുകയാണോ? അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവേ, ഭൂമിയിലേക്ക് നീ ആക്കുകയാണോ? ഭൂമിയിലേക്ക് നീ ആക്കുകയാണോ? മൻ യുഫ്സിദു ഫീഹാ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ടീമിനെ, തെറ്റുകൾ ചെയ്തിട്ട്, തെറ്റുകൾ പ്രവർത്തിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ടീമിനെ നിശ്ചയിക്കുകയാണോ ഭൂമിയിലേക്ക്? വയസ്ഫികു ദിമാ, രക്തം ചിന്തുന്ന, കൊലപാതകങ്ങൾ നടത്തി രക്തം ചിന്തുന്ന. എന്താ ഇപ്പൊ ഇങ്ങനെ മലക്കുകൾ ചോദിക്കാനുള്ള കാരണം? അത് ഇതിന്റെ മുമ്പ് അല്ലാഹു തആല ഒരു ടീമിനെ അവിടെ പടച്ചിരുന്നു. ബനുൽ ജാൻ എന്നാണ് അവർക്ക് പറയുന്നത്. ആ ടീം ഇവിടെ ഫസാദ് ഉണ്ടാക്കി, ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അല്ലാഹു തആല അവരെന്ത് ചെയ്തിട്ടുണ്ട്? മലക്കുകൾ മുഖേന പർവ്വതങ്ങളിലേക്കും ദ്വീപുകളിലേക്കും മാറ്റിവിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് മലക്കുകൾക്ക് അറിയാം. ഇങ്ങനെ ഒരു അനുഭവം മലക്കുകൾക്ക് ഉള്ളത് കൊണ്ടാണ് മലക്കുകൾ ചോദിക്കുന്നത്, ഇനിയും വേറെ ടീമിനെ പടച്ച് ഫസാദും പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? എന്നിട്ട് മലക്കുകൾ പറയാണ്, വനഹനു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, ഞങ്ങൾ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ടല്ലോ, നിനക്ക് ഹംദ് പറയുന്നുണ്ടല്ലോ, നിന്റെ പരിശുദ്ധതയെ ഞങ്ങൾ വാഴ്ത്തുന്നുണ്ടല്ലോ, എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഈ ഞങ്ങൾ തന്നെ പോരെ പ്രതിനിധിയായിട്ട് ഞങ്ങളെക്കാളും വേറെ ഒന്ന് പടക്കണോ എന്ന് ചോദിച്ചതാ. അപ്പൊ അല്ലാഹു തആല പറഞ്ഞതിന് മറുപടി, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, എനിക്ക് നിങ്ങൾക്കറിയാത്ത പല കാര്യവും എനിക്കറിയാം. നിങ്ങൾ എൻ്റെ സൃഷ്ടികളാണ്,
ഞാൻ അറിയിച്ചു തരുന്നതല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ. അതേ സ്ഥാനത്ത് ഈ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും പലതും എനിക്ക് എല്ലാം അറിയും. അപ്പൊ നിങ്ങൾക്ക് അറിയാത്തത് അറിയുന്നവനാണ് ഞാൻ. അപ്പൊ എന്തൊക്കെ അറിയാം? ഭൂമിയിൽ ആദമിനെ പ്രതിനിധിയാക്കിയാൽ അതുകൊണ്ടുള്ള ഗുണം, അതുപോലെ അവരിൽ ആരൊക്കെ നല്ലത് ചെയ്യും, ചീത്ത ചെയ്യും, അവരിവിടെ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ എന്താതൊക്കെ എനിക്കറിയാം. അവരിൽ നല്ലവരുണ്ടാവും, ചീത്ത ഉണ്ടാവും. അപ്പൊ ഞാൻ അവിടെ നീതി കൽപ്പിക്കും, നീതി ചെയ്യും. അപ്പൊ അതിലൊരുപാട് തന്ത്രങ്ങൾ, അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എനിക്കറിയാം, അത് നിങ്ങൾക്കറിയില്ല. ആ സമയത്ത് മലക്കൾ മനസ്സിൽ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. അതുപോലെ മനസ്സിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുക, ഇത് പറഞ്ഞപ്പോ മലക്കള് മനസ്സിൽ പറഞ്ഞു എന്ത്? ഏതായാലും അല്ലാഹു തആല നമ്മളെക്കാള് ആദരവുള്ള അറിവുള്ള ഒരു ടീമിനെ പടക്കൂല ഇരിക്കും. അത് പടക്കൂല. കാരണം നമ്മളിപ്പോൾ അള്ളാഹിനെ കണ്ടിട്ടുണ്ട്, നമ്മൾ അള്ളാഹിന്റെ അടുത്താണുള്ളത്, നമ്മളിതിവിടെ അള്ളാഹുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നവരാണല്ലോ എന്നൊക്കെ അവരിങ്ങനെ മനസ്സിൽ പറഞ്ഞു. ഏതായാലും ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഇത് പറഞ്ഞിട്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, ഭൂമിയുടെ ഭൂമുഖത്തിൽ നിന്ന് മണ്ണെടുത്തു, വ്യത്യസ്ത നിറത്തിലുള്ള മണ്ണുകൾ എടുത്തു. ഭൂമുഖത്തിൽ നിന്ന് വ്യത്യസ്തമായ ഭാഗത്ത് നിന്ന് വ്യത്യസ്തമായ നിറത്തിലുള്ള മണ്ണുകൾ എടുത്തിട്ട് വ്യത്യസ്തമായ വെള്ളങ്ങളുമായിട്ട് ആ മണ്ണിനെ കൂട്ടിയോജിപ്പിച്ച് എന്നിട്ട് അതിന്റെ മനുഷ്യ രൂപമുണ്ടാക്കി അല്ലാഹു തആല സൃഷ്ടിച്ചു. അതിലേക്ക് അല്ലാഹു റൂഹൂദി, അങ്ങനെ ആ ജീവൻ നൽകിക്കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ ഇവിടെ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു അല്ലാഹു തആല? ഇനി സൃഷ്ടിച്ചതിന് ശേഷം ഇത് മലക്കുകളുടെ മുന്നിൽ ഇനി ബോധ്യപ്പെടുത്തണമല്ലോ. അള്ളാഹ് നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് അറിയാത്ത പലതും എനിക്കറിയും എന്ന് പറഞ്ഞതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനം അടുത്ത ആയത്തിൽ പറയുന്നു. അതും കൂടി നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹ് പറയാണല്ലോ. അപ്പൊ ഇനി ആ സൃഷ്ടിപ്പൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നു. അതൊക്കെ അപ്പം മൊത്തത്തില് ആ പറഞ്ഞ് അവിടെ അള്ളാഹു അങ്ങനെ പറഞ്ഞതോടുകൂടി പിന്നെ സൃഷ്ടിച്ചു എന്ന് അതിനർത്ഥം. സൃഷ്ടിച്ചതിന് ശേഷം ചെയ്തു അതിന്റെ പിന്നെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു താല എടുത്ത പണി എന്താ? ആദം നബിക്ക് അള്ളാഹു ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളുടെയും പേരുകൾ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. കുല്ലഹ, കംപ്ലീറ്റ്. എന്ത് ചെറുതും വലുതുമായ ജീവനുള്ളതും ഇല്ലാത്തതുമായിരിക്കുന്ന മുഴുവൻ വസ്തുക്കളെ കുറിച്ചും പേര് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് സുമ്മ അറലഹും, പിന്നെ ആ വസ്തുക്കളെ വെളിവാക്കി കൊടുത്തു. ആർക്ക്? അനൽ മലായിക, മലക്കുകൾക്ക്. സുമ്മ അറലഹും അനൽ മലായിക, മലക്കൾ എടുത്ത് ആ വസ്തുക്കളെ കാട്ടിക്കൊടുത്തു. ഫഖാല, എന്നിട്ട് അവരെന്ന ഉത്തരത്തിൽ മുട്ടിക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞു, അംബിഉനി ബിഅസ്മാഇ ഹൗലാ, ഈ വസ്തുക്കളെ പേരെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞരി മലക്കളെ. നിങ്ങളൊന്ന് ഈ വസ്തുക്കളെ പേര് പറഞ്ഞരി. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. അതെന്താ? നിങ്ങൾ നേരത്തെ നിങ്ങളെ മനസ്സിൽ അവർ വിചാരിച്ചിരുന്നല്ലോ എന്ത്? നമ്മളെക്കാള് അറിവുള്ളവരെ, നമ്മളെക്കാള് ഉഷാറുള്ളവരെ പടക്കൂല. അത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കരുതിയത് അത് സത്യമാണ്. അതുപോലെ നിങ്ങൾ നേരത്തെ വ്യക്തമായി പറഞ്ഞിരുന്നത് ഞങ്ങൾ ബന്ധപ്പെട്ടതാണല്ലോ, ഞങ്ങളാണല്ലോ ഇവിടെ ഭൂമിയിൽ പ്രതിനിധിയാവാൻ ഏറ്റവും ബന്ധപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ കരുതിയോ നേരത്തെ പറഞ്ഞതിലൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾ ഈ വസ്തുക്കളെ പേരൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പോഴോ അത് പറഞ്ഞപ്പോ അവർ പറഞ്ഞ മറുപടി എന്താണ്? അവരൊറ്റ ആയത്ത് കൂടി നമ്മൾ ഓതി അവസാനിപ്പിക്കുകയാണ്. ഖാലു, അവർ പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ, അല്ലാഹുവേ എന്റെ പരിശുദ്ധതയെ ഞങ്ങൾ വാഴ്ത്തുന്നു, ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ ഒന്നും അറിയില്ല റബ്ബേ. ഇന്നക അൻതൽ അലീമുൽ ഹകീം, നീയാണ് എല്ലാം അറിയുന്നവൻ, തന്ത്രജ്ഞാനി. എല്ലാം നീയാണ്. എന്റെ അറിവിൽ നിന്നും എന്റെ തന്ത്രത്തിൽ നിന്നും ഒരു വസ്തു ഇവിടെ പുറത്തു പോവുകയില്ല. അതുകൊണ്ട് നീ തന്നെയാണ് അറിയുന്നവൻ, ഞങ്ങൾക്ക് അറിയില്ല എന്നവർ സമ്മതിച്ചു. റബ്ബിന്റെ മുന്നിൽ അവർ സമ്മതിച്ചു. ശേഷം ഇനി എന്ത് നടക്കും? അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആയത്തുകളുടെ വെളിച്ചത്തിൽ തന്നെ പറയാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പടക്കൽ കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ ഒരു ഉദ്ദേശത്തിൽ പ്രവർത്തിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിച്ച് അല്ലാഹുവിന്റെ പ്രതിനിധിയായിട്ട് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് അല്ലാഹുവിന്റെ ദീനിനെ, ഇസ്ലാമിനെ പ്രകാശിപ്പിച്ച് അത് മറ്റുള്ളവർ കാണിച്ചു കൊടുത്ത് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.